12 PJ ലൈവ് ഫങ്ഷൻസിൻ്റെ 8th പാർട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പാർട്ടുമായിട്ട് വീണ്ടും വരികയാണ്. കാരണം നമ്മൾ ഫങ്ഷൻസ് 1 തൊട്ട് 7 വരെ വേരിയസ് വീഡിയോസ് കണ്ടു, ഫങ്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് എന്നറിയണം. അത് മാത്രമല്ല അതിൻ്റെ ആൻസേഴ്സ് കൂടി നമുക്ക് കിട്ടണം. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മളൊരു 6ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൂടി നമ്മൾ ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഈ വർഷത്തെ മാർച്ച് 2020 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് നോൺ ആസ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ഇറ്റ് ഇസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ്. അതുപോലെ എന്നാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ എന്നും വേണമെങ്കിൽ പറയാം. ഈ വർഷത്തെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫംഗ്ഷൻസിൽ നിന്ന് സാധാരണ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് 6 മാർക്ക് 7 മാർക്ക് 8 മാർക്ക് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും, പക്ഷേ സംഭവം ഭയങ്കര ഈസി ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഒരു കോഡ് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ്. ഒരു മെയിൻ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ അതിനകത്ത് കോളും ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഇൻ ദ എബവ് കോഡ് എന്നാണ് പറഞ്ഞേക്കണേ. നമ്മൾ പലവട്ടം പറഞ്ഞ കേസാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ കോളിൻ്റെ അകത്തുള്ള എക്സും വൈയും അതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് എന്ത്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എയും ബിയും, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എക്സും വൈയും. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആർ എക്സ് ആൻഡ് വൈ വിച്ച് ഇസ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ കോൾ. റൈറ്റ് ഔട്ട്പുട്ട് ഓഫ് ദി അബവ് കോഡ് എന്ന് പറഞ്ഞേക്കണേ. അപ്പം ഇവിടെ എന്താ ഇസെഡ് പ്രിന്റ് ചെയ്യണം. ഇസെഡ് ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെ വാല്യൂ നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 25 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 25 ആവും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് സിയിലേക്ക് വരും, ദാറ്റ് ഇസ് 35. റിട്ടേൺ സീനെ റിട്ടേൺ ചെയ്ത് എവിടെ വരും, ഇസെഡിലേക്ക് വരും. അപ്പോൾ ഇസെഡിൻ്റെ വാല്യൂ 35 ആവും. ആ 35 ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് ഇസ് 35. ലാസ്റ്റ് സെക്ഷൻ നോക്കുക, വിച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ കോൾ ഇസ് യൂസ്ഡ് ഇൻ ദ എബവ് കോഡ് എക്സ്പ്ലെയിൻ. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് കോളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം, ഇവിടെ റെഫറൻസ് വേരിയബിൾ ഉണ്ടാവും, ഒരു ആംബേഴ്സൻസ് സിമ്പിൾ ഉണ്ടാവും, അതില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സേ 2019 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്. ലാർജ് പ്രോഗ്രാമിനെ സ്മോൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ് ആക്കി ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആക്കി എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രോഗ്രാമിങ്ങിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നും, ആ ലാർജ് പ്രോഗ്രാമിനെ സ്മോളർ സബ് പ്രോഗ്രാംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ നമ്മൾ മോഡുലറൈസേഷൻ എന്നും പറയും. എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് സൈസ്, പ്രോഗ്രാമിൻ്റെ സൈസ് കുറക്കാൻ സഹായിക്കും. രണ്ടാമത്തെ എറേഴ്സ് കുറയും. മൂന്നാമത്തത് പ്രോഗ്രാം കോംപ്ലക്സിറ്റി കുറയും. നാലാമത്തത് റീയൂസബിലിറ്റി കൂടും. ഇതാണ് മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. അടുത്ത് നോക്കാം, ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഇസ് കോൾഡ് ഡാഷ്. മാർച്ച് 2019 1 മാർക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെ, മോഡുലറൈസേഷൻ തന്നെയാണ് പറയുക, അല്ലെങ്കിൽ മോഡുലാരിറ്റി എന്ന് പറയാം. നോക്കുക, 2019 ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. 5 മാർക്ക് കാണുന്നു, പക്ഷേ 5 ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല, ഓരോ കണ്ടീഷൻസ് എന്നിട്ട് അതിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ -25 to 25, അതായത് ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. നെഗറ്റീവ് വാല്യൂവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ABS എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ നോക്കുക, കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ, അതായത് ലോവർ കേസിലെ കമ്പ്യൂട്ടറും അപ്പർ കേസിലെ കമ്പ്യൂട്ടറും. ഇഗ്നോറിങ് കേസസ്, അതിനുവേണ്ടി നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് strcmp_i ആണ് നമ്മൾ യൂസ് ചെയ്യുക. മൂന്നാമത്തെ നോക്കുക, ടു ചെക്ക് ദ ഗിവൺ ക്യാരക്ടർ ഇസ് ഡിജിറ്റ് ഓർ നോട്ട്. നമുക്കറിയാം, നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആക്ച്വലി ഇസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്യാരക്ടർ ഡിജിറ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്ന് ചോദിക്കണേ. അതിന് നമ്മൾ ടു ലോവർ ആയിരിക്കും യൂസ് ചെയ്യുക. ലാസ്റ്റ് എടുത്തത് സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വെറുതെ ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടേണ്ട കേസുകളിൽ 5 മാർക്സ്. അടുത്തത് നോക്കുക, സേ 2018 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓഫ് C++ to convert given character into lower കേസിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലേക്ക് ആക്കാൻ നമ്മൾ പറഞ്ഞു ടു ലോവർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫൈൻ.
അടുത്ത് നോക്കുക, റൈറ്റ് ദ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതാനാണ് ഉദ്ദേശിക്കുക. ഫംഗ്ഷന്റെ പേര് സമ്മ്, 2 ഇൻറ്റിജർ ആർഗ്യുമെന്റ്സ്, റിട്ടേൺ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻറ്റ് എന്ന് എഴുതണം, പിന്നെ ഫംഗ്ഷന്റെ പേര് സമ്മ് എഴുതണം, പിന്നെ അതിൻ്റെ അകത്ത് 2 ഇൻറ്റിജേഴ്സ് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്താൽ ഇൻ സം ഓഫ് ഇൻ കോമ ഇൻറ്റ്. രണ്ടാമത്തെ നോക്കുക, ഫംഗ്ഷൻ പ്രിന്റ് നോ ആർഗ്യുമെന്റ് നോ റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക വോയിഡ് എന്നായിരിക്കും. പിന്നെ ഫംഗ്ഷൻ പേര് പ്രിന്റ് ആണ്, ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ വോയിഡ് പ്രിന്റ് എം ടി ബ്രാക്കറ്റ്സ്, വെരി ഈസി. അടുത്ത് നോക്കുക, ഡിഫറൻഷിയേറ്റ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസുകളാണ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിൻ്റെ അകത്തുള്ളതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. അതേസമയം ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പറയാൻ പറഞ്ഞിരിക്കുക. പക്ഷേ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഫംഗ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആണ്. ആർഗ്യുമെന്റ്സിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ബിക്കും സിക്കും വാല്യൂ കൊടുത്തിട്ടുണ്ട്, എക്ക് കൊടുത്തിട്ടില്ല. അപ്പം ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സിന് പ്രത്യേകത തന്നെ അതാണ്, റൈറ്റ് സൈഡിൽ നിന്ന് വാല്യൂ കൊടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. ഔട്ട്പുട്ടാണ് അവർ ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ നോക്കുക, സം ഓഫ് 1, 2, 3. അതായത് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിയുമ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ നേരെ എയിലേക്ക് പോകും, 2 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലേക്ക് പോകും, 3 എന്ന് പറഞ്ഞ വാല്യൂ സിയിലേക്ക് പോകും. ഓക്കെ, അപ്പം എന്നിട്ട് അത് 3ഉം കൂടി ഇവിടെ ആഡ് ചെയ്യും. 1 + 2 + 3 നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ കേസിൽ 6 കിട്ടണമല്ലോ. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കുക, സം ഓഫ് 2, 3. അപ്പോൾ 2 നേരെ എയിലേക്ക് പോകും, 3 ബിയിലേക്ക് പോകും. ഇവിടെ വാല്യൂ ഉള്ളത് ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല, വാല്യൂ ഇല്ലെങ്കിൽ മാത്രം. മൂന്നാമത്തെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 20 എന്ന് പറഞ്ഞ വാല്യൂ അങ്ങോട്ട് എടുക്കും. അപ്പോൾ a + b + c എന്ന് പറഞ്ഞാൽ 2 + 3 + 20 ആവും. എന്ന് പറഞ്ഞാൽ 25 ആവും. മൂന്നാമത്തെ കേസ് നോക്കുക, സം ഓഫ് 3. ആകെ ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുള്ളൂ. ആ ആർഗ്യുമെന്റ് നേരെ പോണത് ലെഫ്റ്റ് സൈഡിലെ, ഏറ്റവും ലെഫ്റ്റിലെ എയിലേക്കായിരിക്കും. പക്ഷേ നമുക്കറിയാം ബിക്കും സിക്കും നമ്മൾ ഡീഫോൾട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം കൂടി ആഡ് ചെയ്യും. അപ്പം 20 + 10 + 3 ദാറ്റ് ഇസ് 33. ഫൈൻ. ഡിഫൈൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, ഗിവ് 2 എക്സാമ്പിൾസ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++മായിട്ട് ബന്ധപ്പെട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അത് ഓരോന്നും ഓരോ ടാസ്ക് ആയിരിക്കും തരിക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, SQRTയും പവറും. കമ്പയർ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ഫോർ കോളിംഗ് ഫംഗ്ഷൻസ്. അതൊരു കമ്പാരിസൺ ആയിട്ട് നമ്മൾ തന്നെ കൊടുക്കണം. ഇപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി വേരിയബിൾസ് ആയിരിക്കും നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിൽ യൂസ് ചെയ്യുക. കോൾ ബൈ റെഫറൻസിലെ റെഫറൻസ് വേരിയബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക, ആംബേഴ്സിൻ സിമ്പിൾ ഉണ്ടാവും. കോൾ ബൈ വാല്യൂവിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ്പ്രഷൻസ് ആവാം. പക്ഷേ കോൾ ബൈ റെഫറൻസിലെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വേരിയബിൾസ് മാത്രമേ ആവാൻ പാടുള്ളൂ. ഏറ്റവും വലിയ കമ്പാരിസൺ തേർഡ് വൺ ആണ്. കോൾ ബൈ വാല്യൂവിൽ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ ഒരു ചേഞ്ചും വരില്ല. അതേസമയം കോൾ ബൈ റെഫറൻസിൽ എന്ത് ചേഞ്ച് ഫോർമലിൽ വരുന്നോ അത് അതേപടി ആക്ച്വലിൽ വരും. പിന്നെ കോൾ ബൈ വാല്യൂവിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സിന് വേറെ മെമ്മറി, ഫോർമൽ ആർഗ്യുമെന്റ്സിന് വേറെ മെമ്മറി. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സിനും ഫോർമൽ ആർഗ്യുമെന്റ്സിനും ഒരേ മെമ്മറിയാണ് യൂസ് ചെയ്യുക. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ കമ്പാരിസൺ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ വേരിയബിൾസും ലോക്കൽ വേരിയബിൾസും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഇതിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അകത്തായിരിക്കും നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുക. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻസ്. ലോക്കൽ വേരിയബിൾ ആ ഫംഗ്ഷന്റെ അകത്ത് മാത്രമായിരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻസ്, എവിടെ വേണമെങ്കിലും അതിന് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലോക്കൽ വേരിയബിളിന്റെ മെമ്മറി അതിന് കൊടുക്കുന്നത് ആ പെർട്ടിക്കുലർ ബ്ലോക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ അതിന് കൊടുക്കുകയും ആ ബ്ലോക്ക് തീരുമ്പോൾ അതിന് മെമ്മറി റിലീസ് ചെയ്യുകയും ചെയ്യും. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മെമ്മറി ആദ്യം മുതൽ പ്രോഗ്രാം തുടങ്ങിയ അവസാനം വരെ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾസിന്റെ ഡിഫറൻഷിയേഷൻ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ 3 സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇൻ C++. സ്ട്രിംഗ് ഫംഗ്ഷൻസ് 3 അല്ല 5 ഉണ്ട്. ആദ്യത്തത് strlen, അതായത് ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. strcpy, ഒരു സ്ട്രിങ്ങിലുള്ള വാല്യൂ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തെ strcat മീൻസ് സ്ട്രിംഗ് കൺകാട്ടിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിലുള്ള വാല്യൂ വേറൊരു സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനാണ് സ്ട്രിംഗ് CAT അഥവാ സ്ട്രിംഗ് കൺകാട്ടിനേഷൻ എന്ന് പറയുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പ്രോഗ്രാം യൂസിങ് ഫംഗ്ഷൻ ടു ഇന്റർചേഞ്ച് ദ വാല്യൂ ഓഫ് 2 വേരിയബിൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ
ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡ് വെച്ചിട്ട് രണ്ട് വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റെഫറൻസ് വേരിയബിൾ ആയിരിക്കും യൂസ് ചെയ്യുക. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഇതിനകത്ത് വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. ടി എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്ത് ആ വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എക്കും ബിക്കും ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പോൾ സ്വാപ്പിങ്ങിന് മുമ്പ് എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 20ഉമാണ്. സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 10ഉം ഇവിടെ 20ഉം വരും. എന്നിട്ട് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ ആഫ്റ്റർ സ്വാപ്പിംഗ് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 20ഉം ആവും, ബിയുടെ വാല്യൂ 10ഉം ആവും. ഫൈൻ. ഇതൊന്ന് എഴുതി ഒക്കെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നോക്കുക, അടുത്തത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, വെരി ഈസി. സ്ട്രിങ് S1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങും S2 എന്ന് പറഞ്ഞ സ്ട്രിങ്ങും, പക്ഷേ S1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ ഹെലോ എന്നുണ്ട്. strcpy of S2, S1 എന്ന് പറയുമ്പോഴത്തേക്കും S1ലുള്ള വാല്യൂ S2ലേക്ക് കോപ്പി ചെയ്യുക. S1ലെ വാല്യൂ എന്താണ്? ഹെലോ. അപ്പോൾ അതിനകത്ത് കോപ്പി ചെയ്തിട്ട് S2 പ്രിന്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹലോ. ഓക്കെ, അടുത്ത് നോക്കുക, ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് C++ കോഡ്. രണ്ട് സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. S1 ഈക്വൽ ടു കമ്പ്യൂട്ടർ, S2 ഈക്വൽ ടു ആപ്ലിക്കേഷൻസ്. സ്ട്രിങ് കോപ്പി ഓഫ് S1, S2, അതായത് S2ലുള്ള വാല്യൂ S1ലേക്ക് കോപ്പി ചെയ്യുക. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം അവസാനം പ്രിന്റ് ചെയ്യണത് C ഔട്ട് ഓഫ് S2 ആണ്. S2 പ്രിന്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും പ്രിന്റ് ചെയ്യണം? S2ലുള്ള വാല്യൂ എന്താണ് അത് പ്രിന്റ് ചെയ്യും. കോപ്പി ചെയ്യാൻ വേണ്ടി ഇതങ്ങോട്ട് കോപ്പി ചെയ്തെങ്കിലും S2ലുള്ള വാല്യൂ അങ്ങനെ തന്നെ നിൽക്കണില്ലേ. അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും S2 പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ആപ്ലിക്കേഷൻസ്. ടു സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നമ്മൾ ഗെറ്റ് ലൈൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗെറ്റ് ഒരു സിംഗിൾ അല്ലെങ്കിൽ മൾട്ടി ക്യാരക്ടർ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗെറ്റ് ലൈൻ ഒരു സ്ട്രിങ് കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2018 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Initialized formal arguments are called default arguments. Default argumentsന്റെ എക്സാമ്പിൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടു. അതായത് ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്, വിച്ച് അക്സെപ്റ്റ് 2 integers or 3 integers. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇൻ സം ഓഫ് ഇൻ പി ഇൻ ക്യൂ ഇൻ ആർ. ഫൈൻ. ഇത് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ മാത്രമാണ്. ഡെഫിനിഷനിൽ നമ്മൾ അതേപോലെ തന്നെ ഇൻ സം, ഇൻഡെക്സ്, ഇൻ ബൈ, ഇൻ ഡി സെറ്റ്. അപ്പോൾ ഈ സെറ്റിന് ഒരു വാല്യൂ, ഇനിഷ്യൽ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാകെ പ്രോട്ടോടൈപ്പ്, അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും മാത്രം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സംഭവം മനസ്സിലായില്ല. നമുക്ക് കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഫംഗ്ഷൻ്റെ ഫുൾ സെറ്റ് ഓഫ് വീഡിയോസ്, അതായത് 8 സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഡൗട്ടുകൾ അത് തന്നെ നോക്കി ക്ലിയർ ചെയ്യുക. അതല്ല എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ആദ്യം ഞാൻ ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു.